ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വളരെ സുപ്രധാനവും ശ്രേഷ്ഠവുമേറിയ ഒരു വിശുദ്ധ വചന പഠനം അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള 55-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട, ആവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന സത്യങ്ങൾ. റോമലേഖനം 3-ാം അധ്യായത്തിലാണ് എല്ലാവർക്കും ദൈവനീതി ആവശ്യമാണെന്ന പ്രസ്താവന. അത് തെളിയിക്കപ്പെടുകയാണ്. സകല മനുഷ്യരും, ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ആവശ്യമാണ് ദൈവത്തിൻ്റെ നീതി. മനുഷ്യർക്ക് സ്വന്തമായി നേടിയെടുക്കാൻ പറ്റില്ല. ദൈവം നൽകുന്ന ദാനമാണ് ഈ നീതി. അത് എന്തുകൊണ്ട് ആവശ്യമാണ്? എന്തുകൊണ്ടാണ് മനുഷ്യൻ ആ ആവശ്യത്തിൽ എത്തിച്ചേർന്നത്? ഇത് വിശദീകരിക്കുകയാണ് റോമലേഖനം 3-ാം അധ്യായം. ഇതിനകം തന്നെ അപ്പോസ്തലൻ യഹൂദജനം, ദൈവം ഭൂമുഖത്ത് വിശിഷ്ട തൻ്റെ സ്വന്തം ജനമെന്ന രീതിയിൽ വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച സമൂഹം, യഹൂദ സമൂഹം. ഇപ്പോൾ പൗലോസ് അവർക്കെതിരെ ഒരു കോടതി മുറിയിൽ എന്ന പോലെ കുറ്റാരോപണങ്ങൾ നിരത്തുകയാണ്. ദൈവത്തിൻ്റെ ക്രോധം, ദൈവത്തിൻ്റെ ന്യായവിധി നേരിടേണ്ട അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഈ സമൂഹം. പക്ഷേ ഈ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർ പ്രതിഷേധിക്കുകയാണ്. സമ്മതിച്ചു തരാൻ തയ്യാറില്ല. അവരുടെ അനുസരണക്കേട്, മത്സരം, അനീതി, ദൈവവിരോധമായ ജീവിത രീതി, ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പൗലോസിൻ്റെ വാക്കുകളോട് എതിർക്കുന്നു, പ്രതിരോധിക്കുന്നു, നിഷേധിക്കുന്നു. 4 വാദഗതികൾ ഉയർത്തി. ദൈവത്തിൻ്റെ ഉടമ്പടിയെ കുറിച്ചും ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും എല്ലാം പരാമർശിച്ചുകൊണ്ട് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു. പൗലോസ് അതിനെല്ലാം കൃത്യമായി വചനാടിസ്ഥാനത്തിലുള്ള മറുപടിയും നൽകി. കാരണം അവരുടെ വായടയ്ക്കണം. അവർക്ക് ന്യായീകരണമില്ല. ഇനി ഒരിക്കലും അവരുടെ അവസ്ഥകൾ ന്യായീകരിക്കാൻ കഴിയില്ല. അവരുടെ കുറവുകളെ, തെറ്റുകളെ, വീഴ്ചകളെ, പാപങ്ങളെ കാണിച്ചു കൊടുത്തു. വളരെ ചുരുക്കം വേദഭാഗമാണ് ആദ്യത്തെ 8 വാക്യങ്ങൾ 3-ാം അധ്യായം. പക്ഷേ ഈ വേദഭാഗത്തിലടങ്ങുന്ന പ്രസ്താവനകൾ സമ്പന്നമാണ്. നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്നതാണ്, നമ്മെ തന്നെ കാണിച്ചു തരുന്നതാണ്. ഉദാഹരണത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. വളരെ അടിസ്ഥാന തത്വമാണത്, ഒരു മൂലസൂത്രം എന്ന് വിളിക്കാൻ. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. ക്രിസ്തീയ തത്വചിന്ത അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂലസൂത്രത്തിലാണ്. ആക്സിയോം എന്ന് പറയും ഇംഗ്ലീഷിൽ. അടിസ്ഥാന സത്യം. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക്, കള്ളം പറയുന്നവർ. ഇത് വാസ്തവത്തിൽ നമ്മെ ശിക്ഷിക്കുന്നൊരു സത്യമാണ്. നാം എല്ലാവരും കള്ളം പറയുന്നവരാണ്, നാം ഭോഷ്ക് പറയുന്നവരാണ്. പക്ഷെ അവിടെ നിന്നൊരു മോചനത്തിൻ്റെ സന്ദേശമുണ്ട്, പ്രത്യാശ നൽകുന്ന ഒരു ശബ്ദമുണ്ട്. ദൈവം സത്യവാൻ. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരാകുമ്പോഴും ദൈവം സത്യവാൻ. ദൈവം വിശ്വാസയോഗ്യൻ. ലോകത്തിൽ ഒരു മനുഷ്യരെയും വിശ്വസിക്കാൻ കഴിയാത്തവരാണ്. വിശ്വാസയോഗ്യരല്ല മനുഷ്യർ. അവർ തരം മാറും, കാലങ്ങൾക്കനുസരിച്ച് നിറം മാറും, സാഹചര്യമനുസരിച്ച് സ്വഭാവം മാറും. പക്ഷെ ദൈവം വിശ്വാസയോഗ്യൻ. ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. മനുഷ്യനെ ഒരിക്കലും ആശ്രയിക്കാൻ പറ്റില്ല. ദൈവം ഒരിക്കലും നമ്മെ കൈവിടില്ല. മനുഷ്യൻ നമ്മളെ ആവശ്യ സമയത്ത് കൈവിടും. ഇതൊരു വലിയ സത്യമാണ്. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരും. ഇതേപോലെ പല നിർണായക സത്യങ്ങൾ ഈ പ്രസ്താവനകൾക്കുള്ളിലുണ്ട്. അവയെല്ലാം നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റില്ല. എങ്കിലും നാം ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലൻ താൻ നേരിട്ട എല്ലാ എതിർപ്പുകളും പ്രതിഷേധങ്ങൾക്കും മറുപടി പറഞ്ഞു. യഹൂദന്മാർ തൻ്റെ പ്രസ്താവനകളോട് പ്രതികരിച്ചു, നിഷേധാത്മകമായ നിലപാടുകൾ അറിയിച്ചു. അതെല്ലാം പൗലോസ് കൃത്യമായി മറുപടി കൊടുത്തു. ഇപ്പോൾ ഒരു കോടതി മുറിയിൽ ഈ വക്കീൽമാർ തമ്മിൽ വാദങ്ങൾ നിരത്തുമ്പോൾ ചിലപ്പോൾ ഒരു വക്കീൽ ഉന്നയിക്കുന്ന വാദഗതിയെ മറ്റേ വക്കീൽ വാദിഭാഗമോ വക്കീൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഐ ഒബ്ജക്റ്റ്, എനിക്കിതിനോട് എതിർപ്പുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന ന്യായാധിപൻ ഈ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ എതിർപ്പ് ന്യായമാണെങ്കിൽ ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്, ആ എതിർപ്പ് താൽക്കാലികമായി അവിടെ നിൽക്കട്ടെ,
എന്ന് പറഞ്ഞ് അതിനെ സസ്റ്റെയിൻ ചെയ്യും. നേരെ മറിച്ച് ആ പറയുന്ന വാദഗതിയിൽ എന്തെങ്കിലും അന്യായമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉചിതമല്ലാത്തതാണെങ്കിൽ ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്, ഈ എതിർപ്പ് മറികടക്കട്ടെ എന്ന് പറയും, അതിനെ അവഗണിച്ച് കളയും. എന്നതുപോലെ യഹൂദന്മാർ പൗലോസ് ഉന്നയിച്ച ഈ പ്രസ്താവനകൾക്കെതിരെ ഉയർത്തിയ സകല വാദമുഖങ്ങളും ദൈവം പറഞ്ഞു തടസ്സങ്ങൾ മറികടക്കട്ടെ, ഇതൊന്നും പരിഗണിക്കേണ്ട തടസ്സങ്ങളല്ല, ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. അതുകൊണ്ട് എന്തെല്ലാം ന്യായീകരണങ്ങൾ, എന്തെല്ലാം വാദമുഖങ്ങൾ യഹൂദന്മാർ നിരത്തിയാലും അവരുടെ രക്ഷ എന്ന ആവശ്യം, അവർ പാപത്തിലാണ് എന്ന സത്യം മാറില്ല. അത് മറയ്ക്കാൻ, അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയാലും അവിടെ ആവശ്യം, രക്ഷയുടെ ആവശ്യം, രക്ഷകനെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത മാറില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ദൈവത്തിൻ്റെ ആ അഗാധമായ സ്നേഹത്തോട് അനുസരണത്തോടുകൂടി പ്രതികരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ലെങ്കിൽ, കാരണം ദൈവം തൻ്റെ ഏകജാതനെ പുത്രനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി നൽകി തന്നു. ഇതിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തോട് നാം അനുസരണത്തോടെ പ്രതികരിക്കണം. കർത്താവിൻ്റെ കൽപ്പന നാം അനുസരിക്കുന്നത് ദൈവത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും. യോഹന്നാൻ 14:15 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുമെന്ന കൽപ്പന ദൈവം നൽകിയതാണ്. റോമലേഖനം 6-ാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ആ കൽപ്പന അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെ പൗലോസ് പറഞ്ഞു തരും. അപ്പോൾ ഇനിയും ആ കൽപ്പന അനുസരിച്ചിട്ടില്ലെങ്കിൽ വളരെ വ്യക്തമായി മുഖത്തേക്ക് നോക്കി പറയാൻ ആഗ്രഹിക്കുന്നൊരു സത്യം, ഈ നിർണായകമായ ആവശ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ എന്തെല്ലാം വാദമുഖങ്ങളും ന്യായീകരണങ്ങളും തടസ്സവാദങ്ങളും ഉന്നയിച്ചാലും നിങ്ങൾ, കാരണം ഇതുവരെ കർത്താവിനെ അനുസരിച്ചിട്ടില്ലാത്ത നിങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന സത്യം മാറില്ല. നിങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് എന്ന സത്യത്തിന് ഒരിക്കലും മാറ്റം വരില്ല. വാദമുഖങ്ങൾ എത്ര വേണമെങ്കിലും നിരത്താം, ന്യായീകരണങ്ങൾ, തടസ്സങ്ങൾ പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പലതും നിരത്താം. പക്ഷെ നിങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന സത്യത്തിന് മാറ്റം വരില്ല. അപ്പോൾ നിങ്ങളുടെ ആത്മീക അവസ്ഥ ഈ ഒരു തരത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ന്യായീകരണങ്ങൾ അവസാനിച്ച് ദൈവഹിതത്തിനായി നിങ്ങളെ തിരേൽപ്പിച്ചു കൊടുക്കുക. ഇനി താമസിക്കുന്ന എന്ത്? അനന്യാസ് ശൗലിനോട് പറഞ്ഞതുപോലെ എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് പാപങ്ങളെ കഴുകിക്കളക, സ്നാനപ്പെടുക. ഇനി നമ്മൾ റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വേദഭാഗം, അന്തിമ ന്യായവിധി. റോമലേഖനം 3-ാം അധ്യായം 9 മുതൽ 20 വരെ. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയാണ്. ഇനി 9 മുതൽ 20 വരെയുള്ള വേദഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ റോമാലേഖനത്തിലെ ആദ്യ ഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. ഇതുവരെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ച ഭാഷകൾ നിയമപരമായ ഭാഷകളാണ്, കോടതി മുറികളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷകളും പ്രയോഗങ്ങളുമാണ്. ഉദാഹരണത്തിന് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പുറജാതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു. അവിടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്യുക. ഇപ്പോൾ കുറ്റം ചുമത്തുക, പ്രതിവാദിക്കുക, സാക്ഷ്യം പറയുക, ഇങ്ങനെയുള്ളതെല്ലാം കോടതിയുടെ ഭാഷകളാണ്. അത് 3-ാം അധ്യായത്തിൻ്റെ 9-ലും കാണാം. ഈ ഭാഷ നിയമപരമായ ഭാഷകളാണ്. അപ്പോൾ വളരെ അടിസ്ഥാനപരമായ ഒരു സമാധാനമാണ് പൗലോസ് അപ്പോസ്തലൻ നിരത്തിയത്. വിസ്താരം 1-ാം അധ്യായം 18-ൽ തുടങ്ങി. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന് ആ വിസ്താരം 1-ാം അധ്യായം 18-ാം വാക്യമിൽ ആരംഭിച്ച് അത് ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ്. റോമലേഖനം 3-ാം അധ്യായത്തിന് 9 മുതൽ 20 വരെ എത്തുമ്പോൾ ആ വിസ്താരം ആരംഭിച്ച വിസ്താരത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അന്തിമ ന്യായവിധിക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. 9-ാം വാക്യം മാത്രം നമുക്കൊന്നൊന്ന് വായിക്കാം. റോമർക്ക് ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നമുക്ക് വിശേഷതയുണ്ടോ? അടിസ്ഥാന തത്വമെന്ന പോലെ സുപ്രധാനമൊരു പ്രസ്താവന പൗലോസ് നടത്തുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇതേപോലെ ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? അതിന് മറുപടി പൗലോസ് പറഞ്ഞു, വളരെയധികമുണ്ട്.
യഹൂദന് പ്രയോജനവും വിശേഷതയും വളരെയധികമുണ്ട്. അതിന് തുല്യമായൊരു ചോദ്യം തന്നെയാണ് വീണ്ടും 9-ാം വാക്യത്തിൽ, ആകയാൽ നമുക്കെന്ത് വിശേഷത? പക്ഷെ മറുപടി വ്യത്യാസമാണ്. അശേഷമില്ല. നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ മറുപടി. നേരത്തെ പറഞ്ഞു വളരെ വിശേഷതകളുണ്ട്, വളരെ പ്രയോജനം യഹൂദനുണ്ട്. പക്ഷെ ഇപ്പോൾ ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ദൈവാത്മാവ് പറയുന്നു അശേഷമില്ല. എന്താണ് ഈ വ്യത്യാസം? മറുപടിയിൽ വന്ന വ്യത്യാസം എന്താണ്? കാരണം ചോദ്യം 2 ഒന്നല്ല, ചോദ്യം 2 2ആണ്. 3 കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. യഹൂദന്മാർക്ക് പുറജാതികളുടെ മേൽ അവർക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ അനുഗ്രഹീതമായ സൗഭാഗ്യങ്ങൾ ലഭിച്ചവരാണോ യഹൂദന്മാർ? തീർച്ചയായും. എന്തായിരുന്നു അതിൽ പ്രധാനം? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ കയ്യിലേൽപ്പിക്കപ്പെട്ടു. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ, ലഭ്യമാകുന്ന കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ദൈവം അവരുടെ കയ്യിലേൽപ്പിച്ചു. പുറജാതികൾക്കില്ലാത്ത വലിയ ശ്രേഷ്ഠമായ അനുഗ്രഹം. രണ്ടാമത്തെ അവസ്ഥ ശ്രദ്ധിക്കുക. ഈ ലഭിച്ച അനുഗ്രഹീതമായ അവസ്ഥ അവർ പ്രയോജനപ്പെടുത്തിയോ? യഹൂദന്മാർക്ക് ലഭിച്ച വിശേഷതയേറിയ അനുഗ്രഹം, ഈ അവകാശം അവർ പ്രയോജനപ്പെടുത്തിയോ? ഇല്ല, അവരത് പ്രയോജനപ്പെടുത്തിയില്ല. നമ്മുടെ കാലാവസ്ഥയെ ചിന്തിച്ചാൽ പുതിയ വെളിപാടുകൾ പൂർണ്ണമായി ലഭിച്ച് കർത്താവിൻ്റെ സഭയിൽ കർത്താവിനാൽ ചേർക്കപ്പെട്ടു. ഈ പദവി, ഈ അനുഗ്രഹം പ്രയോജനപ്പെടുത്തിയോ? ഇല്ല. 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. 2-ാമത്തെ 23-ാം വാക്യം, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണത്തെ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? ഒരു ന്യായപ്രമാണം പൊക്കി പിടിച്ചിട്ട് നടക്കുകയാണ്, പക്ഷെ ന്യായപ്രമാണം ലംഘിക്കുന്ന ജീവിതമാണ്. അതിൻ്റെ 25-ാം വാക്യം, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന കൊണ്ട് പ്രയോജനമുണ്ട്. സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ നിൻ്റെ പരിച്ഛേദന അഗ്രചർവമായി തീരുന്നു. അത് പ്രമാണം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, അവർ അതനുസരിച്ച് ജീവിച്ചില്ല. അപ്പോൾ 3-ാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ യഹൂദന്മാർക്ക് വിശേഷതയുണ്ടോ? പ്രമാണം കിട്ടാതെ പ്രമാണം ലഭിക്കാത്ത പുറജാതികളിൽ നിന്ന് യഹൂദന്മാർക്ക് പ്രത്യേക വിശേഷതയുണ്ടോ? ഇല്ല. പുറജാതികൾക്ക് പ്രമാണമില്ല. ഇവിടെ യഹൂദന്മാർക്ക് പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന, അരുളപ്പാടുകൾ കിട്ടി, പക്ഷെ അവത് പ്രയോജനപ്പെടുത്തിയില്ല. അതുകൊണ്ട് യഹൂദന്മാർക്ക് യാതൊരു വിശേഷതയുമില്ല. ഇപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി, 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 പുറജാതികളെക്കുറിച്ച് വ്യക്തമായി, യവനന്മാർ പുറജാതികളെന്ന പ്രയോഗം കൊണ്ട് പരാമർശിക്കുന്ന ആ കൂട്ടരെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. അവർക്ക് ദൈവം ചില പ്രത്യേക സംവിധാനങ്ങൾ കൊടുത്തു. പ്രകൃതിയിലൂടെയുള്ള വെളിപാട്, മനസ്സാക്ഷി, അവരുടെ വിചാരങ്ങൾ കുറ്റപ്പെടുത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്യുന്ന സംവിധാനം, ഇതൊക്കെ അവർക്ക് കൊടുത്തു, പുറജാതികൾക്ക്, യഹൂദന്മാർ അല്ലാത്തവർക്ക്. പക്ഷെ അവരതൊന്നും അനുസരിച്ചില്ല. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ഓർത്ത് മഹത്വീകരിച്ചില്ല, നന്ദി കാണിച്ചില്ല, വിഗ്രഹാലയത്തിൽ കുടുങ്ങി, അവലക്ഷണമായ രീതിയിൽ ജീവിച്ചു. ദൈവം കൊണ്ട് അവരെ കൈവിട്ടു. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ 8 വരെ യഹൂദന്മാരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 8 വരെ ഇതേ അവസ്ഥ യഹൂദന്മാർക്കുണ്ട്. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ പറഞ്ഞത്, നമുക്ക് വിശേഷതയുണ്ട്, അശേഷ യഹൂദന്മാർ യവനന്മാർ, അതായത് ജാതികളും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ന്റെ 8 വരെ മുമ്പേ തെളിയിച്ചു എന്ന് പറയുന്ന ആ ഭാഗത്തെയാണ്. ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെളിയിച്ചു, 2 കൂട്ടരും പാപത്തിൻ്റെ കീഴിലാണ്. പുറജാതികളെക്കുറിച്ച് മാത്രമല്ല, യഹൂദനെക്കുറിച്ച് പാപത്തിൻ്റെ കീഴിലാണ്. അപ്പം മനുഷ്യൻ്റെ പാപമാണ് വിഷയം, മനുഷ്യൻ്റെ പാപാവസ്ഥയാണ് പൗലോസിൻ്റെ സംവാദം 1-ാം അധ്യായം 18 മുതൽ. പക്ഷെ പാപം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ഇവിടെയാണ്, യവന ഭാഷയിൽ. ഈ വേദഭാഗത്തിൽ 3-9 പാപം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു എന്ന് 3-23 പറയും. അതേപോലെയല്ല ഇവിടെ പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും പാപത്തിന് കീഴാകുന്നു, ഒരുപോലെ എല്ലാവരും പാപത്തിൻ്റെ കീഴെയാണ്. ഇപ്പം പാപം മുകളിൽ, എല്ലാ മനുഷ്യരും പാപത്തിൻ്റെ താഴെയാണ്. ഇപ്പോൾ പാപത്തിന് കീഴെ എന്ന് പറഞ്ഞാൽ പാപം ഭരിക്കുന്നു, പാപം നിയന്ത്രിക്കുന്നു, പാപം അധികാരം നടത്തുന്നു എന്നർത്ഥമാണ്. പാപത്തിൻ്റെ കീഴെ ഒരു മനുഷ്യനെ ഭരിക്കുന്നത് പാപം. അവൻ പാപത്തിൻ്റെ കീഴിലാണ്. പാപമാണ് അവനെക്കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ വാക്ക് മത്തായി 8-9 ഈ വാക്കിൻ്റെ ഉപയോഗം നമ്മളൊന്ന് വായിക്കാം.
മത്തായി 8:9 പറയുന്നു, ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാവുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. ഈ പ്രയോഗം മനസ്സിലാക്കാൻ ഗലാത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, ഗലാത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ പറയുന്നു, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാടുകളുടെ കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എന്ന അവസ്ഥ കാണിക്കുകയാണ്. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ഈ വാക്കിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ്. 1 തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയാണ് ഉത്തരവാദിത്വത്തിന് കീഴിൽ നിൽക്കുന്ന ദാസന്മാരെക്കുറിച്ചാണ്. അപ്പോൾ ഈ വാക്കാണ് ഇവിടെയും. നാം എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. പാപം ഭരിക്കുകയാണ്, പാപം നിയന്ത്രിക്കുകയാണ് മനുഷ്യനെ, സകല മനുഷ്യരെയും പാപം നിയന്ത്രിക്കുകയാണ്. പാപത്തിൻ്റെ ശക്തിയുടെ കീഴിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിൽ. ഇവിടെ പാപത്തെ ഒരു ക്രൂരനായ യജമാനനെ പോലെ അവതരിപ്പിക്കുകയാണ്. ക്രൂരനായ കർശനക്കാരനെ ഒരു യജമാനെ പോലെ അവതരിപ്പിക്കുന്നു. നാം ജനിച്ചത് പാപത്തിൻ്റെ കീഴിലല്ല, പക്ഷേ പ്രായമായപ്പോൾ, തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായപ്പോൾ, വ്യക്തിപരമായ പാപം ചെയ്തുകൊണ്ട് നാം ഈ പാപത്തിൻ്റെ കീഴിൽ അടിമകളായി മാറി. ഒരു പ്രായമെത്തുമ്പോൾ പല രാജ്യങ്ങളിലും പല സാഹചര്യങ്ങളിലും സംസ്കാരങ്ങളും വ്യത്യസ്ത പ്രായമാണ്. ആ സ്വന്തമായി തീരുമാനമെടുക്കുന്ന, വ്യക്തിപരമായി പാപം ചെയ്യുന്നൊരവസ്ഥയെത്തുന്ന പ്രായത്തിൽ നാം സ്വയം എടുത്ത തീരുമാനത്തിൻ്റെ ഫലങ്ങളാണ് നമ്മെ പാപത്തിൻ്റെ കീഴിലാക്കിയത്. റോമലേഖനം 6-ലെത്തുമ്പോൾ കൂടുതൽ വിശദമായി നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കും, ഈ ഒരു ബന്ധനത്തിലാണ് മനുഷ്യൻ, പാപത്തിൻ്റെ കീഴിലാണ്. ഇവിടെ ഏകമോചനം യേശുവിൻ്റെ രക്തത്താൽ മാത്രമാണ്. കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ അല്ലാതെ ഈ ബന്ധനത്തിൽ നിന്ന് ഒരു മനുഷ്യനും മോചനം കിട്ടില്ല. എത്ര മല കയറിയാലും, എത്ര വെളുത്ത വസ്ത്രം ധരിച്ചാലും, എത്ര ദാനധർമ്മങ്ങൾ നടത്തിയാലും, പുണ്യകർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും ഈ ബന്ധനത്തിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടില്ല. ക്രിസ്തുവിൻ്റെ രക്തം ചൊരിയണം. ഇപ്പോൾ പൗലോസിൻ്റെ ചോദ്യം നമ്മൾ കണ്ടു, ആത്മീക അവസ്ഥ, യഹൂദൻ്റെ ആത്മീക അവസ്ഥയെക്കുറിച്ചുള്ളതാണ്. പൗലോസ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്കൊരു വിശേഷതയുമില്ല, നിങ്ങൾ പാപത്തിൻ്റെ കീഴിലാണ്. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് വിശേഷതയുണ്ടോ? അവരെക്കാൾ ഞങ്ങൾ വിശേഷതയുള്ളവരല്ലേ? ഞങ്ങൾക്ക് വലിയ പ്രയോജനങ്ങളും പദവികളും സൗഭാഗ്യങ്ങളും ലഭിച്ചവരല്ലേ? ഞങ്ങൾക്ക് അതുകൊണ്ട് മഹത്വപ്പെടാനും അഹങ്കരിക്കാനും സാധ്യതയില്ലേ? റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ, 3-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വേദഭാഗം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെ, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എഴുതിയിരിക്കുന്നവരാകേണ്ടത് തന്നെ. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിനെ പ്രശംസിക്കാനൊന്നുമില്ല. ഏതുമില്ലാത്തവരാണ് നമ്മൾ. എഫേസ്യർ 2:8-9 കൃപയാലല്ലോ നമ്മൾ വിശ്വാസമുള്ള രക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ പൗലോസിൻ്റെ ഉത്തരത്തിൽ 3 കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായി ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ പൗലോസിന് മുമ്പുള്ള ചോദ്യം എന്താണ്? നമുക്ക് വിശേഷതയുണ്ടോ? പൗലോസിൻ്റെ മറുപടി എന്താണ്? അശേഷമില്ല. എന്നിട്ടും പറഞ്ഞു, അന്തിമ ന്യായവിധി പറഞ്ഞു, അന്തിമ വിധി തീർപ്പ് കൽപ്പിച്ച് എന്താണ്? യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. ഇതാണ് തീർപ്പ്, അന്തിമ തീർപ്പ് ഇതാണ്. യഹൂദന്മാർ കൂടാതെയുള്ള പ്രജാതികൾ അഥവാ യവനന്മാർ ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ല, ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ന്യായവിധിയുടെ തീർപ്പിൻ്റെ വ്യാപ്തി എന്താണ്? എല്ലാവരും. ആ ന്യായവിധിയുടെ ആധിപത്യം എന്താണ്? കീഴിലാണ് പാപത്തിൻ്റെ. അതിൻ്റെ പ്രകൃതി എന്താണ്? ന്യായവിധിയുടെ പാപത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പാപത്തിൻ്റെ കീഴിലാണ്. ഇതാണ് അന്തിമ ന്യായവിധി. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർ വിടില്ല. അവർക്ക് കൂടുതൽ തെളിവ് വേണം. അതുകൊണ്ട് പൗലോസ് 10-ാം വാക്യം മുതൽ 19 വരെ ഈ തീർപ്പിൻ്റെ തെളിവ് കൊടുക്കാൻ പോവുകയാണ്. പൗലോസ് വ്യക്തമായി അടിസ്ഥാന തത്വമായിട്ട് പറഞ്ഞു, യഹൂദനും പുറജാതികളും എല്ലാം പാപത്തിൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ ദൈവനീതിയുടെ ആവശ്യത്തിനാണ്. നിങ്ങൾക്ക് വേണ്ട ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതെ നിങ്ങൾക്ക് രക്ഷയില്ല. ദൈവമാണ് നിങ്ങളെ ഇനി രക്ഷിക്കേണ്ടത്. നിങ്ങൾ പാപത്തിൻ്റെ കീഴിലാണ്. അവിടുന്ന് സ്വയം പുറത്തു കടക്കാൻ പറ്റില്ല. പാപം ചെയ്യുമ്പോൾ തന്നെ ബലഹീനനായി, ശത്രുവിനെ പിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, നേരെ ജീവൻ നിൽക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് ദൈവം നീതി ആവശ്യമാണ്. പക്ഷെ ഇത് പറയുമ്പോൾ യഹൂദൻ പ്രതികരിച്ചു. അവന് ഈ തീർപ്പ് സ്വീകരിക്കാൻ തയ്യാറല്ല, ഈ ന്യായവിധി സ്വീകരിക്കാൻ തയ്യാറല്ല. അവന് തെളിവ് വേണം. ഈ ന്യായവിധിക്ക്, ഈ തീർപ്പിന് തെളിവ് വേണം. അതാണ് പൗലോസ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും ന്യായപ്രമാണത്തെ പ്രശംസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പ്രശംസിച്ച ന്യായപ്രമാണം തന്നെ എടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവരുടെ ഈ വിധിയുടെ തെളിവ് കൊടുക്കാൻ പോവുകയാണ്.
അവിടെ മലയാളത്തിൽ അതിൻ്റെ 18-ാം വാക്യത്തിലാണ് 3:18 ആ വാക്ക് വരുന്നത്. ഇംഗ്ലീഷിൽ അത് 10-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണും. ആസ് ഇറ്റ് ഈസ് റിട്ടൺ എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ ന്യായപ്രമാണ പുസ്തകം എടുത്തുകൊണ്ട് ഏകദേശം 9 വാക്യങ്ങൾ 2 പുസ്തകത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സങ്കീർത്തന പുസ്തകം, യെശയ്യാവിൻ്റെ പുസ്തകം, സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും 9 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ തെളിവ് കൊടുക്കും. നിങ്ങൾ പാപത്തിൻ്റെ കീഴിലാണ്, നിങ്ങൾ പാപത്തിൻ്റെ കീഴിലാണ്, പാപം നിങ്ങളെ ഭരിക്കുകയാണ്, പാപമാണ് നിങ്ങളുടെ നോട്ടത്തെയും ചിന്തകളെയും വിചാരത്തെയും നടത്തത്തെയും മനോഭാവത്തെയും ആഗ്രഹത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് പാപമാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. നമ്മൾ അടുത്ത പഠനത്തിൽ നാം ശ്രദ്ധിക്കുന്നതാണ്. നാം എപ്പോഴും സമ്മതിക്കാൻ തയ്യാറാണ്. ദൈവനെ കേൾക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം കാണിച്ചു തരുമ്പോൾ ഉടൻ നമ്മളവിടെ മുട്ടുമടക്കണം, കീഴ്പ്പെടണം. ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പറയണം. പാപം നമ്മെ ഭരിക്കുന്ന അവസ്ഥ കാണിച്ചു തരുമ്പോൾ, സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ സഹായകനായി ദൈവത്തെ നാം കൈ ഉയർത്തിപ്പിടിക്കണം. ആ കൈ നീട്ടി തന്നെയാണ് നിൽക്കുന്നത്. ആ കയ്യിൽ മുറുകെ പിടിക്കണം. അത് കൃപയാണ്. നമുക്ക് അർഹതയില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. പാപത്തിൻ്റെ കീഴിൽ പാപം നമ്മെ ഭരിക്കുന്നു. ക്രൂരനായ കർക്കശനായ ഒരു യജമാനനെ പോലെ വരിഞ്ഞു മുറുക്കി നമ്മെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇത് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ ബലവാനെ പിടിച്ചു കിട്ടണമെങ്കിൽ അവനേക്കാളും ബലവാനായ ഒരാൾ വരണം. അവൻ വന്നു, ഈ ബലവാനായ പിശാചിനെ പിടിച്ചു കെട്ടി നമ്മെ അടിമനുഖത്തിൽ നിന്ന് രക്ഷിച്ചു. ഈ ജീവിതം പിന്നെ നന്ദിയുടെ ജീവിതമാകണം. കാരണം രക്ഷപ്പെട്ടത് കൃപയാലാണ്. ആ തിരിച്ചറിവ് ജീവിതത്തിലുണ്ടാകണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.